ഷിഹാബ് മേത്തറുടെ മരണത്തോടനുബന്ധിച്ചിട്ട് ഒരു യൂട്യൂബർ എന്നോട് ഒരു റിക്വസ്റ്റ് ചെയ്തിരുന്നു. ഇൻഫിഡിൽ എന്ന് പറയുന്ന ആ ഒരു ചാനലിന്റെ ഡീറ്റെയിൽസ് കൊടുക്കുന്നു. ഇൻഫിഡിൽ എന്ന് പറയുന്ന ചാനൽ നടത്തുന്നത് എക്സ് മുസ്ലിംസ് ആണ്. അപ്പോൾ പുള്ളിക്കാരൻ ഞാൻ ആ ഡീറ്റെയിൽ കൊടുത്തു. പുള്ളി അവരോട് വാട്സപ്പ് ത്രൂ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുമ്പോൾ വന്ന ഒരു ചാറ്റാണ് ഇവിടെ വെച്ചിരിക്കുന്നത്. അപ്പോൾ ഈ ചാറ്റ് അടിസ്ഥാനത്തിൽ പുള്ളി ചോദിച്ചിരിക്കുന്നതാണ്, നിങ്ങൾ എന്തുകൊണ്ടാണ് യുക്തിവാദിയായ അദ്ദേഹത്തെ എന്തുകൊണ്ട് വിശ്വാസികൾക്കൊപ്പം അടക്കം ചെയ്തതെന്ന് ചോദിച്ചു. അപ്പം അതിന് മറുപടി വന്നിരിക്കുന്നത് ഷിഹാബുദ്ദീൻ മേത്തർക്ക് ആദരപൂർവ്വം വിട എന്ന് പറഞ്ഞുകൊണ്ട് ഒരു യൂട്യൂബിന്റെ ഇതാണ് ലിങ്കാണ് ഇട്ട് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ പുള്ളി വീണ്ടും ചോദിക്കുന്നുണ്ട്, എന്താ ഇത്, അത് എന്താണെന്ന് ചോദിച്ചാൽ അതിന് യൂട്യൂബ് ലിങ്കാണോ തരുന്നതെന്ന് ചോദിക്കുമ്പോൾ പുള്ളിക്കാരന് മറുപടി കൊടുക്കുന്നത് തന്റെ ഇസ്ലാമിക സ്വഭാവം കാണിക്കാതെ അത് കേട്ടിട്ട് സംസാരിക്കാമെന്ന്. ഏത് കേട്ടിട്ട് സംസാരിക്കാൻ വരണം? ഒരാളോട് ഡയറക്റ്റ് അല്ലേ കമ്മ്യൂണിക്കേറ്റ് ചെയ്യേണ്ടത്? അതെന്തിനാ പിന്നെ യൂട്യൂബിനകത്തുള്ള കാര്യങ്ങൾ? മറ്റൊരു കാര്യം നമ്മൾ അറിയേണ്ട കാര്യം എന്താ? ചോദ്യം ചോദിക്കുന്ന ഒരു യൂട്യൂബറാണ്, അയാൾക്ക് വീഡിയോ ചെയ്യാനാണ്, അതെന്താണെന്ന് ചോദിക്കുമ്പോൾ കൃത്യമായി മറുപടി പറയുന്നതല്ലേ മാണത്തം? അതല്ലേ ശരി? പകരം യൂട്യൂബ്. അപ്പോൾ ഇവരുടെ മെയിൻ സാധനം എന്ന് പറയുന്നത് യൂട്യൂബാണ്. യൂട്യൂബ് ചെയ്യുക, യൂട്യൂബിലേക്ക് അങ്ങ് ഇട്ട് കൊടുക്കുക, അതാണ് ഇവരുടെ ഉദ്ദേശം. അത്രയേ ഉള്ളൂ. യൂട്യൂബ് വരുമാനം നിന്നു. ഷിഹാബ് മേത്തർ മരണപ്പെട്ടത് കൊണ്ട് ആകെ ലാഭം യൂട്യൂബ് വരുമാനം നിന്നു. ഇയാളെ കൊണ്ട് ഇനി യൂട്യൂബ് ഉണ്ടാക്കാനും ഒക്കത്തില്ല. നീ യൂട്യൂബ് ഇയാളെ പിന്നെ ഇയാളുടെ ഫോട്ടോയോ മറ്റോ വെച്ച് നടക്കുന്നതല്ല. അപ്പം ഇയാൾക്കുള്ള വരുമാനം അവിടെ സ്റ്റോപ്പായി. പിന്നെ അനിൽ മുഹമ്മദിന്റെ ചാനലിൽ ഷിഹാബ് മേത്തറുടെ ഭാര്യ ഒരു കമന്റ് ഇട്ട കാര്യം പറയുന്നുണ്ടായിരുന്നു. ആ കമന്റിന്റെ രത്ന ചുരുക്കം. അപ്പം ഈ കമന്റിൽ കാണുന്ന ഒരു കാര്യം, അതായത് കമന്റിൽ പറയുന്ന ഒരു കാര്യം, ഇത് വിശ്വാസികൾക്ക് ഇതായിട്ടുള്ള ഇതാണെന്നാ പറയുന്നത്. ശരിയാണ്, ആ കമന്റിന് എനിക്ക് എതിർപ്പില്ല. കാരണം അവർ പറയുന്നത് കറക്റ്റാണ്, നിയമമാണ്, നമുക്കത് തർക്കിക്കാനൊക്കത്തില്ല. കാരണം ഈ ഷിഹാബിന്റെ ബന്ധുക്കൾ, അതായത് അയാൾ താമസ സ്ഥലത്തൊന്നും അടക്കാൻ സമ്മതിക്കത്തില്ല, അവിടെയുള്ളവർക്ക് എതിർക്കാൻ പറ്റും. പക്ഷെ ഇവിടെ അയാളുടെ ബന്ധുക്കളുണ്ട്. അപ്പോൾ അവരും കൂടെ വരി കെട്ടുന്നത് കൊണ്ട് അവർ പറയുമ്പോൾ നിർദ്ദേശിക്കുമ്പോൾ നമ്മൾ കൊടുക്കേണ്ടി വരും. പക്ഷെ അവിടെ കൊടുക്കരുത് എന്നുള്ളൊരു സാമാന്യ ബോധം ഈ സ്ത്രീക്ക് വേണ്ടേ? കാരണം ഇതിനകത്തൊരു ക്ലൗസ് അവർ പറയുന്നുണ്ട്, എന്റെ ഷിഹാബിന് ഇഷ്ടം ആചാരങ്ങളൊന്നും ഇല്ലാതെ ചെയ്യണമെന്നാണ്. അതെങ്ങനെ ഈ സ്ത്രീക്ക് ഉറപ്പിച്ച് പറയാൻ പറ്റും? ഇവിടെ തെമ്മാടിക്കുഴിയൊന്നുമില്ല. ഇസ്ലാമിയർക്ക് തെമ്മാടിക്കുഴി ഉണ്ടോ ഇല്ലയോ എന്ന് എനിക്കറിയത്തില്ല. ഇല്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഇസ്ലാമിലെ ഒരു ഖബറടക്കം നടത്തിയാൽ ആ മസ്ജിദിലുള്ള ആൾക്കാർ മയ്യത്ത് നമസ്കരിക്കും. മയ്യത്ത് നമസ്കാരം ഒരു ആചാരമാണ്. അപ്പൊ ആ ആചാരപ്രകാരം തന്റെ ഭർത്താവിന്റെ ബോഡി അവിടെ അടക്കാൻ വിട്ടുകൊടുത്തിട്ട് ഈ വായ്ത്താളം പറയുന്ന ഈ സ്ത്രീക്ക് നാണമില്ലേ? 100% അവിടെ ഏത് രീതിയിൽ അപകട മരണമാണെങ്കിലും എന്ത് മരണമാണെങ്കിലും ഒരു മരണം മയ്യം കിട്ടിയാൽ മയ്യത്ത് നമസ്കാരം നടത്തിയിട്ടേ അവർ ഖബറടക്കുള്ളൂ. ചുമ്മാ കൊണ്ട് കുഴിച്ചിട്ടതുമല്ല. അപ്പൊ കളവാണ് ഇവർ പറയുന്നത്. അറ്റ്ലീസ്റ്റ് ഇവരുടെ ബന്ധുക്കളെങ്കിലും മയ്യത്ത് നമസ്കാരം നടത്തിയിട്ടുണ്ടാവും. കത്തോത്തു. അപ്പോ ആചാരപ്രകാരം എന്റെ ഭർത്താവിനെ അടക്കണ്ട എന്ന് ഉള്ളത് കൊണ്ട് ഞാൻ കൊണ്ടുപോയി അടക്കിയത്. കളവ് പറയുന്നതിന് ഒരു പരിധിയൊക്കെ ഉണ്ട്. മരണപ്പെട്ട ഒരാളെ പറ്റിയാണോ പറയുന്നത്? അനിൽ മുഹമ്മദിന്റെ കമന്റിൽ ഉടനീളം തെറിവിടിയാ, എക്സ്മുസ്ലിംസാ, നീ മനുഷ്യനാണോടാ, നീ മറ്റതാണോടാ, നീ മറിച്ചതാണോ എന്നൊക്കെ ചോദിച്ചിട്ട് അനിൽ മുഹമ്മദിനെ കൊല വിളിക്കുന്നുണ്ട്. ഞാനൊരു ചോദ്യം ചോദിക്കട്ടെ, ഷിഹാബ് മേത്തർ മുഹമ്മദ് നബിയുടെ പോലെ ഈക്വലായിരുന്നോ? അല്ലെങ്കിൽ മുഹമ്മദ് നബിയെ പോലെ പ്രവാചകനായിരുന്നോ? നിങ്ങൾ ഡെയിലി തന്നെ മുഹമ്മദ് നബിയെ പറ്റി അങ്ങ് അമരാവതിക്കുന്നുണ്ടല്ലോ. അതെങ്ങനെ ഉണ്ടത്? കൊള്ളാമോ? അത് സുഖമുള്ള ഏർപ്പാടാണോ? ഇയാളുടെ അടുത്ത കമന്റ് നോക്കുക, തന്റെ ഇസ്ലാമിക സ്വഭാവം കാണിക്കാതെ അത് കേട്ടിട്ട് സംസാരിക്കാൻ വാ, കേട്ടിട്ട് തള്ളുക. ഇസ്ലാമിക സ്വഭാവം ഇവിടെ വില പോകില്ല. എന്താണ് ഇസ്ലാമിക സ്വഭാവം? ഇസ്ലാമിൽ എന്താ കുഴപ്പം? നീയൊക്കെ നെടുനീളെ നടന്ന് വൃത്തികേട് ഇസ്ലാമിനെ പറ്റി പറഞ്ഞിട്ടും മരിക്കാൻ നേരം ആ ഖബറിസ്ഥാനിൽ തന്നെ മരണപ്പെടണം എന്ന് പറയുമ്പോൾ മാനുഷിക പരിഗണന തന്നുകൊണ്ട് ഒരു ഡെഡ് ബോഡിക്ക് മാനുഷിക പരിഗണന കൊടുത്ത് അവിടെ കൊണ്ട് കുഴിച്ചിട്ടതാണോ ഇസ്ലാമിൽ ചെയ്തത് തെറ്റ്? അതാണോ ഇസ്ലാമിന്റെ കുഴപ്പം? ഇവിടെ അവിശ്വാസികൾക്ക്, ജീവിച്ചിരിക്കുന്ന മനുഷ്യർക്ക് പ്രവേശനമില്ലെന്ന് അമ്പലങ്ങൾ എഴുതി വെക്കുന്നു. അങ്ങനെയുള്ള രാജ്യത്താണ് ഇസ്ലാം ഇങ്ങനെ ഒരു തീരുമാനം എടുക്കുന്നത്. ഹിദായത്ത് കിട്ടട്ടെ എന്ന് പറഞ്ഞിട്ട് പോട്ടെ കബൂർ കെറ്റിക്കോ എന്ന് പറയുന്നത്. എന്നിട്ട് ഇസ്ലാമിനെ അപ്പോഴും വായ്ത്താളം പറയുന്നത്. എന്നാൽ പോയി മാറിയിരുന്ന് കരഞ്ഞു തീർത്തോളൂന്ന്, അതായത് കളിയാക്കുകയാണ്, കരഞ്ഞു തീർത്തോന്നു. ഇവിടെ കരച്ചിലൊന്നുമില്ല. ഇത്തരത്തിൽ മോശം പറയുന്ന ഇവന്മാരെ ഞാനിത് പറയുമ്പോൾ മറ്റൊരു ലെവലിൽ പോകുന്നതുകൊണ്ട് ഞാൻ കൂടുതൽ പറയാൻ ആഗ്രഹിക്കുന്നില്ല. എല്ലായിടത്തും ഇതിപ്പോ മഹ്റൂം ചൊല്ലി കളയുന്നുണ്ട്. പക്ഷെ അവരുടെ റൈറ്റ്സ് ആണ്. ഇപ്പൊ ഈ സ്ത്രീ ഉറച്ചു നിൽക്കുന്നത് നിയമപരമായി പോയാൽ പള്ളിക്കാർ ജയിക്കത്തില്ല. കാരണം ആ ഡെഡ് ബോഡിക്ക് ഒരു അവകാശമുണ്ട്. ഡെഡ് ബോഡി പറയണ എന്നയുടെ സ്ഥലത്ത് നടക്കണം എന്ന് അവിടെ അടക്കി കൊടുക്കും. അതിനൊന്നും ചെയ്യാൻ ഒക്കത്തില്ല. അത് ഡെഡ് ബോഡിയുടെ അവകാശം. അത് എഴുതി വെച്ചിട്ടുണ്ടെങ്കിൽ അവരുടെ ബന്ധുക്കൾ അതിനെ സപ്പോർട്ട് ചെയ്യുന്നുണ്ടെങ്കിൽ അത് അങ്ങനെ തന്നെ നടക്കും. അപ്പം പള്ളിക്കാർ തോറ്റു. പക്ഷെ പള്ളിക്കാർക്ക് ഇഗ്നോർ ചെയ്യാൻ പറ്റും. മയ്യത്ത് നമസ്കാരം ചെയ്യാതെ അങ്ങനെ ചെയ്യാൻ സമ്മതിക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ഖബറിസ്ഥാനിലേക്ക് ഒരു മയ്യം കൊണ്ടുവന്നാൽ പള്ളിയിൽ മയ്യത്ത് നമസ്കരിക്കും. ആരായിരുന്നാലും നമസ്കരിച്ചിട്ടേ വിടുള്ളൂ. എന്തിനാണ് ഗൾഫ് രാജ്യങ്ങളിൽ നിന്നൊക്കെ വരുന്നെങ്കിൽ പോലും അതിന് മറ്റു മതക്കാരെ പോലും അങ്ങനെ വെച്ചിട്ട് മയ്യത്ത് നമസ്കരിക്കാറുണ്ട് ആൾക്കാർ. അതിനകത്ത് റെസ്പെക്റ്റ് ആണ്. അതൊരു ആചാര വിധിയാണ് അവർക്ക്. അപ്പൊ അതവർ ചെയ്യുന്നുണ്ട്. ഈ സ്ത്രീ പറയുന്ന കണക്ക് ഇവരുടെ ഭർത്താവിന് അത് ആഗ്രഹമില്ലെങ്കിൽ എന്തിന് അതിന് പറഞ്ഞു വിട്ടു? അതിനകത്ത് അതാണ് എന്റെ ചോദ്യം. അതേപോലെ ഇപ്പൊ റീസെന്റ് കലാനാഥ മാഷ് മരിച്ചു. കലാനാഥ മാഷ് മരിക്കുന്ന രാത്രിയിലാണ്. നേരെ വെളുക്കുമ്പോൾ അവിടെ കൂട്ടായ്മകൾ വന്നങ്ങ് അടിഞ്ഞു. നിൽക്കാൻ സ്ഥലമില്ലായിരുന്നു. അമ്മാതിരി ജനസമുദ്രമായിരുന്നു. യുക്തിവാദി എന്ന് പറയുന്നത് അതൊക്കെയാണ്. യുക്തിവാദികളെന്ന് അവകാശപ്പെട്ടുകൊണ്ട് ജീവിച്ചിട്ട് അവസാനം മരിക്കുമ്പം ഇസ്ലാം ആകുന്നത് എന്തുതരം യുക്തിവാദമാണ്? എന്തുകൊണ്ട് ഇവരെ എതിർക്കുന്നു? അതൊരു നല്ല ചോദ്യമാണ്. കാരണം എൻ്റെ അടുത്ത് പലരും ചോദിക്കുന്നുണ്ടാണ്, നീ മുമ്പ് പറഞ്ഞിട്ടില്ലേന്ന്. അപ്പൊ അതിനകത്ത് ഞാൻ ഈ ഒരു എക്സ്പ്ലനേഷൻ തരണം. യെസ്, ഞാൻ പറഞ്ഞിട്ടുണ്ട്. എപ്പോൾ പറഞ്ഞു?
യുക്തിവാദിയായ ഒരാൾ ജയിലിൽ കിടക്കുന്നു എന്നെ തെറ്റിദ്ധരിപ്പിക്കുകയും അയാളെ പുറത്തിറക്കാൻ വേണ്ടി എന്റെ സഹായം ചോദിക്കുകയും അതിനുള്ള ശ്രമം ഞാൻ നടത്തുന്നതിന്റെ ഫലമായിട്ട് എനിക്ക് നേരിടേണ്ടുന്ന സൈബർ ബുള്ളിങ് ഇസ്ലാമിയർ ചെയ്തു എന്ന് വരുത്തി തീർത്ത് ആ വരുത്തി തീർക്കലുകൾ നിഷ്ക്രിയമായത് എപ്പോഴാണെന്ന് പറഞ്ഞാൽ ആ പറഞ്ഞ ഐഡികളെയും കൊണ്ട് ഞാൻ സൈബർ സെല്ലിൽ ചെല്ലുമ്പോൾ സൈബർ പോലീസ് ഉദ്യോഗസ്ഥൻ പറഞ്ഞു ഈ പറയുന്ന വ്യക്തികൾ എല്ലാം തന്നെ ഇസ്ലാമിലുള്ള ആൾക്കാരല്ല, അവരുടെ ഐഡി എല്ലാം തന്നെ ഈ സംഘികളുടേതാണ്. സംഘികൾ അവരുടെ ഐഡിയിൽ വന്ന് നിങ്ങളെ തെറി വിളിക്കുന്നതാണ്. അപ്പൊ എന്താണ് അതിനകത്തുള്ള കളിയെന്ന് മനസ്സിലാക്കി തിരിച്ചറിഞ്ഞ് ഞാൻ മൗനമാവുകയാണ് ചെയ്തത്. അന്ന് എന്റെ കയ്യിൽ നിന്ന് വന്ന് വിട്ടുപോയ ഒരു വാക്ക്, ആ വാക്കിന്റെ കാരണവും ഞാൻ പറയുന്നു. ഇതുപോലെ എക്സ് മുസ്ലിം അവിടെ ഇരുന്നു കൊണ്ട് വായ്ത്താരി അടിപ്പാ എന്തെല്ലാം മോശങ്ങളാ പറയുന്നതെന്നറിയാമോ? കൃത്യം തെളിവ് വെച്ചിട്ട് അത് ഇത് നമ്പർ ഉൾപ്പെടെയൊക്കെ വെച്ചിട്ടാണ് തകർക്കുന്നത്. നമ്മളിത് കേൾക്കും, ഇങ്ങനെയാണോ? ഇപ്പോഴാണ് ഞാൻ പഠിക്കുമ്പോഴാണ് മനസ്സിലാകുന്നത് എന്ത് വലിയ കളവാണ് ഇവർ പറയുന്നത്. ഇസ്ലാമിൽ സ്ത്രീകൾക്ക് ഭയങ്കരമായ ഇതാണെന്ന് പറയുമ്പോൾ ഞാൻ വിശ്വസിക്കാൻ തരില്ല, കാരണം എന്റെ എക്സ്പീരിയൻസ് ഡിഫറെന്റ് ആണ്. അപ്പൊ ഞാൻ അത് നോക്കുമ്പോൾ ആ ഒരു കാര്യത്തിലല്ലായിരിക്കും. പക്ഷെ വേറൊരു കാര്യമുണ്ട്. വേറൊരു കാര്യം എന്താണ്? പെണ്ണുങ്ങൾ ഭരിച്ചാൽ ശരിയാവത്തില്ലെന്ന്. അതിനൊരു കാരണമുണ്ട്. അന്നൊരു യുദ്ധം നയിക്കുകയാണ്. ആ യുദ്ധത്തിൽ ഒറ്റയ്ക്ക് ഈ സ്ത്രീ പോയാൽ അവർ സക്സസ് ആവില്ല എന്ന് ബുദ്ധിയുള്ളവർ പറഞ്ഞു കൊടുക്കുന്നതിനെയാണ് വളച്ചൊടിച്ച് ഇസ്ലാമിൽ സ്ത്രീകൾക്ക് ഇതില്ല എന്ന് പറയുന്നത്. അങ്ങനെ ഓരോന്നിനും കാരണങ്ങൾ ഉണ്ടായിരുന്നു. ഇസ്ലാമില് മരണപ്പെട്ടു പോയ മുഹമ്മദ് നബിയെ പറ്റി പടുമോശം പറയുന്ന ഇവര് ഈ പറഞ്ഞ ഒരു രീതിയിലും ഒരു സക്സസ്ഫുള്ളും അതായത് ജനങ്ങൾക്ക് യാതൊരു ലാഭവുമില്ലാത്ത ഒരു വ്യക്തി ഷിഹാബ് മേത്തർ ചത്തുപോയതിനെ പറയുന്നതിനെ പറ്റി വറീഡാവുകയാണ്. അനിൽ മുഹമ്മദിന്റെ ടൈം ലൈൻ മുഴുക്ക തെറിയാ എന്തൊരു ബഹളാന്നറിയാമോ? അദ്ദേഹത്തിന് എന്തൊക്കെയാ പറയുന്നതെന്ന് അറിയാമോ? മരിച്ചുപോയ ഒരാളെ നീ വെറുതെ വിടത്തില്ലേടാ? നീ മനുഷ്യനാണോടാ? ഇതാ ചോദിക്കുന്നത്. അപ്പൊ മരിച്ചുപോയതല്ലേ മുഹമ്മദ് നബി? മുഹമ്മദ് നബിയെ പറ്റി ഇത്രയും പക്ക വൃത്തികേടുകൾ എഴുതി വെക്കുന്നുണ്ടല്ലോ. അക്കാലഘട്ടത്തിലെ നവോത്ഥാന നായകനാണ് അദ്ദേഹം. അത് മാത്രമല്ല, വേറെ ആർക്കും ഇല്ലാത്തൊരു പ്രിവിലേജ് അദ്ദേഹത്തിനുണ്ട്. വർഷങ്ങൾക്ക് ഇപ്പുറം 1400 വർഷങ്ങൾക്ക് ഇപ്പുറം പോലും ആ വാക്കുകൾ അണുവിട വിടാതെ അതേപോലെ അനുസരിക്കാനും അദ്ദേഹത്തിന് വേണ്ടി ജീവൻ ത്യാഗം ചെയ്യാൻ തയ്യാറ് നിൽക്കുന്ന ഒരു സമൂഹം, അത് അദ്ദേഹത്തിന്റെ മാത്രം ക്വാളിറ്റിയാണ്. ആ ജീവിതചര്യ ഫോളോ ചെയ്യാൻ പറ്റിയതാണെന്നുള്ള തിരിച്ചറിവുള്ള മനുഷ്യരുണ്ടെങ്കിലേ അത് നിസ്സാരമാണോ? 100 വർഷം മുമ്പുള്ള നാരായണ ഗുരുവിനെ വരെ കളിയാക്കിക്കൊണ്ടാണ് നാരായണ ഗുരുവിന്റെ ടീമുകൾ കാണിക്കുന്നത്. അദ്ദേഹം ഇപ്പൊ ദൈവം എന്താ അദ്ദേഹം പറഞ്ഞു? അതിന്റെ നേരെ വിപരീതം അവർ ചെയ്യുന്നത്. അങ്ങനെയാണോ മുഹമ്മദ് നബി എന്ത് പറഞ്ഞോ? വർഷങ്ങൾക്ക് ഇപ്പൊ കാലാനുസൃതമായ മാറ്റങ്ങൾ പോലും വരണമെന്ന് പറയുമ്പോഴും ഇല്ല, പറ്റില്ല, ഞങ്ങൾക്ക് ഞങ്ങളുടെ നബി പറയുന്നതിന് അപ്പുറം പറ്റില്ല എന്ന് പറയുന്ന ഒരു മതവിഭാഗത്തിനെ ആക്രമിക്കാൻ മുഹമ്മദിന്റെ പേര് 24 മണിക്കൂറും പറയുന്ന വൃത്തികെട്ടവന്മാരെ, നിങ്ങൾക്ക് എന്ത് യോഗ്യതയാണ് അനിൽ മുഹമ്മദിന്റെ അടുത്ത് പോയിട്ട് ഈ ഒരു മനുഷ്യന് വേണ്ടി സംസാരിക്കാൻ? ഞാൻ പറഞ്ഞത് ഈ പറഞ്ഞ വ്യക്തിയല്ല, മേത്തരയല്ല. മേത്തരെ പോലുള്ള മനുഷ്യർ കള്ളന്മാരാണെന്നാണ് ഞാൻ പറഞ്ഞത്. ഇവർക്ക് വെറും യൂട്യൂബ് ചാനലിൽ കൂടി ഇരുന്ന് വായ്ത്താളം പറയാൻ വേണ്ടി മാത്രമാണ് അവരത് ഉപയോഗിക്കുന്നതെന്ന് ഞാൻ മനസ്സിലാക്കിയത്. പിന്നെ ഇവര് അവകാശപ്പെടുന്നത് യുക്തിവാദികളാണ്. ഇവരെവിടെയാണ് യുക്തിവാദികളായത്? എങ്ങനെയാണ് യുക്തിവാദിയാവുന്നത്? ഇതാണ് എന്റെ പ്രോബ്ലം. ഇതാണ് ഇവര് എക്സ് മുസ്ലിം യുക്തിവാദികൾ എന്ന് പറയുമ്പോൾ യുക്തിവാദികളെ അപമാനിക്കുകയാണ് ചെയ്യുന്നത്. MC ജോസഫ് ആരാണ് അദ്ദേഹം? സഹോദരനപ്പൻ, CV കുഞ്ഞിരാമൻ, രാമവർമ്മ തമ്പാൻ, ഈ പറയുന്ന MC യൂസുഫ്, ഇവരെല്ലാവരും കൂടെ ചേർന്നാണ് യുക്തിവാദ സംഘം തന്നെ ഉണ്ടാക്കിയിട്ടുള്ളത്. യുക്തിവാദിയായി ജീവിക്കുക എന്ന് പറയുന്നത് നിസ്സാരമല്ല, അതൊരു ജീവിതചര്യയാണ്. അത് മാത്രമല്ല, ഇപ്പോ ഈ ഷിഹാബ് മേത്തറുടെ വൈഫ് യുക്തിവാദിയാണ് എങ്കിൽ അവരെ യുക്തിവാദി സംഘത്തിൽ നിന്ന് പുറത്താക്കും. കാരണം ഭർത്താവിനെ അടക്കിയിരിക്കുന്നത് മറ്റേ വിശ്വാസപ്രകാരമാണെങ്കിൽ അവരെ കൂടെ നിർത്തത്തില്ല. അതുപോലെ ജാമ്യത്തിൽ എന്ന് പറയുന്നത് ഞാൻ യുക്തിവാദി, എന്റെ മാപ്പിള വിശ്വാസി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർ യുക്തിവാദത്തിന് അവരെ ഏറ്റെടുക്കൂല. ഇവര് സംഘികളാണ്. ഇവരുടെ ഉള്ളിൽ സംഘിവാദം മാത്രമാണുള്ളത്. എന്തുകൊണ്ട് എക്സ് മുസ്ലിമിനെ എതിർക്കുന്നു പറഞ്ഞാൽ എക്സ് മുസ്ലിം സ്പ്രെഡ് ചെയ്യുന്ന മോശപ്പെട്ട കാര്യങ്ങൾ മനുഷ്യൻ ബോധമുള്ളവരെ പോലും തിരിക്കാൻ പറ്റുന്നതാണ്. ഞാനൊരു എക്സാമ്പിളാണ്. ഞാൻ പറഞ്ഞില്ലേ, അത്രയും സ്നേഹിക്കുന്ന വിശ്വാസിയായ തീവ്രമായ അത്രയും സ്നേഹമുണ്ടായിരുന്ന ഒരു മഹത് വ്യക്തിത്വത്തെ അവഹേളിക്കുന്ന രീതിയിൽ എന്റെ നാക്ക് വരെ പിഴയ്ക്കാൻ പറ്റുന്ന രീതിയിൽ ഇവർക്ക് ബ്രെയിൻ വാഷ് ചെയ്യാൻ സാധിക്കുന്നുണ്ടെങ്കിൽ സാധാരണക്കാരെ മാത്രം നീയൊക്കെ പിഴച്ച ജന്മങ്ങളാണ്. പിഴച്ചുപോ. എന്തിന് ഈ മനുഷ്യരെ തിരുത്തുന്നു? ഒരു പയ്യനെ നിങ്ങൾ ഇസ്ലാമിലെ ഒരു പയ്യനെ എക്സ് മുസ്ലിം ആക്കി, അവൻ മുസായിബ് കത്തിച്ചു, അടുത്ത് വാളെടുത്ത് അമ്മച്ചിയെ വെട്ടി അങ്ങ് കൊന്നു. മറ്റു മതവിഭാഗത്തിൽ തീവ്രമായ ഈശ്വരവിശ്വാസം വരുമ്പോൾ അവരെന്ത് ചെയ്യുന്നു? ഈശ്വരവിശ്വാസം കൂടുമ്പോൾ ആളെ കൊല്ലും. ഇസ്ലാമില് ഈശ്വരവിശ്വാസം വിടുമ്പോൾ ആളെ കൊല്ലും. വ്യത്യാസം നിങ്ങൾക്ക് മനസ്സിലാവുന്നില്ലേ? ഒരു വിശ്വാസിയും മോശപ്പെട്ട് നടക്കില്ല. ഒരു വിശ്വാസിയും മദ്യം, മയക്കുമരുന്ന് ഇതുപോലെ വൃത്തികേടിൽ പോയി ചാടത്തില്ല. അവൻ വിശ്വാസിയാണ് എങ്കിൽ. വിശ്വാസമില്ലായ്മയാണ് അവനെ കൊണ്ട് ഈ വൃത്തികേട് ചെയ്യിക്കുന്നത്. അതേസമയം മറ്റു മതങ്ങളിൽ അങ്ങനെയല്ല. വിശ്വാസിയാകുമ്പോഴാണ് അവൻ വാളെടുക്കുന്നത്, വിശ്വാസത്തിന്റെ മറ്റേ ക്രിയ നടത്താൻ വേണ്ടിയിട്ട്. വ്യക്തമല്ലേ ഇസ്ലാം എന്താണെന്ന്? നിങ്ങൾ കാരണം പുതുതലമുറ ഇതുപോലെ വൃത്തികേടുകൾ കാണിക്കുന്നു എന്നാ പറഞ്ഞത്. ഷിഹാബ് മേത്തറുടെ വൈഫ് പറഞ്ഞു എന്നെ തട്ടം മറയ്ക്കാതിരിക്കാനും നിസ്കരിക്കാതിരിക്കാനും അങ്ങനെ തോന്നിവാസം നടക്കാതിരിക്കാനും അല്ല ഞാൻ മതം വിട്ടതെന്ന്. എന്തിനാണ് താങ്കൾ മതം വിട്ടത്? ഈ മതം പ്രശ്നമാണെങ്കിൽ മതത്തിന്റെ അടിസ്ഥാനത്തിൽ ജീവിക്കുന്ന മനുഷ്യർ കൊണ്ടടക്കുന്ന ഖബറിസ്ഥാൻ താങ്കളുടെ ഭർത്താവിനെ എന്തിനടക്കി എന്നത് ചോദ്യം. അതിന്റെ ഉത്തരം നിങ്ങൾ പോയി യൂട്യൂബ് കാണൂന്നാണ്. നിന്റെയൊക്കെ യൂട്യൂബ് ആർക്ക് കാണണം? ഇവർക്കൊരു സംഘടനയില്ല. സംഘടന കറക്റ്റ് അല്ല. ഇതൊക്കെ യൂട്യൂബോളികളാണ്. യൂട്യൂബിൽ കൂടെ വരുമാനം ഉണ്ടാക്കുക എന്നൊരൊറ്റ ലക്ഷ്യം കൊണ്ട് മാത്രം ചെയ്യുന്ന വൃത്തികേട് ആണ് ഇതെന്ന് മനസ്സിലായത് കൊണ്ടാണ് ഇതിനെതിരെ സംസാരിക്കുന്നത്. എക്സ് മുസ്ലിം സംഘടനയിൽ ഞാൻ പെട്ടോ, അല്ലെങ്കിൽ ഞാൻ അതിനകത്ത് വന്നോ, എന്റെ നാക്ക് പിഴവ് കൊണ്ടുണ്ടായ ഒരു സംഘടനയെ ഒരു സാധനത്തിനെ എടുത്തു വെച്ചിട്ട് ബൂസ്റ്റപ്പ് ചെയ്ത് പറഞ്ഞത് സംഘികളായിരുന്നു RSSകാര്. പ്രത്യേകിച്ച് തീട്ടം വഹിച്ചു. അവരെടുത്ത് വെച്ച് പറഞ്ഞു ആഹ്വാനം കൊടുക്കുകയാണ്, നിങ്ങൾ ഇവിടെ വെട്ടണം, കുത്തണം, കൊല്ലണം. പിറ്റേന്ന് തന്നെ ഞാൻ വീഡിയോ ഇട്ടു. എന്റെ സഹോദരൻ എന്നെ ഒന്നും ചെയ്യില്ല,
അഥവാ എനിക്ക് അങ്ങനെ ഒരു മരണം സംഭവിച്ചാൽ എന്നെ കൊല്ലുന്നത് സംഘികളായിരിക്കും എന്നിട്ട് എൻ്റെ സഹോദരങ്ങളുടെ മേളിൽ കൊണ്ടുവന്നിടും. ഞാനത് വിശ്വസിക്കരുത്, ആരും വിശ്വസിക്കരുത്. എനിക്ക് മരണം സംഭവിച്ചാൽ അതെന്നെ കൊന്നത് സംഘികളാണ്. ആ ഒരൊറ്റ വീഡിയോയുടെ അന്നം പൂട്ടിപ്പോയി. പക്ഷെ പിറ്റേന്ന് വേറൊരു വീഡിയോ ഒന്നും ലിയാക്കത്തലിന്റെ അവരെ നമ്മൾ സപ്പോർട്ട് ചെയ്യില്ല. എന്തുകൊണ്ട് തെറി വിളിക്കുന്നവരത്ര യുക്തിവാദിയായി എന്ന് അഭിനയിച്ച് അവിടെ കിടന്ന അബ്ദുൽ ഖാദർ പുതിയങ്ങാടി വിളിക്കുന്ന തെറിക്ക് കണ്ണു കണക്കില്ല. അവൻ അംഗീകരിക്കും, ഷെഫീനായി അംഗീകരിക്കത്തില്ല. എന്തുകൊണ്ട്? ഷെഫീന സംഘിയല്ല. ഷെഫീനയെ കൊണ്ട് സംഘികൾക്ക് ഉപകാരമില്ല. MC ജോസഫിന്റെ വീട്ടിലെ 4 പേര് മെഡിക്കൽ കോളേജിൽ ഡൊണേറ്റ് ചെയ്തവരുടെ ബോഡി, ഞാൻ ഇയാളുടെ ബോഡി ഡൊണേറ്റ് ചെയ്യണമെന്നല്ല പറഞ്ഞത്, അത് അയാളുടെ ഇഷ്ടമാണ്. അയാൾക്ക് അവിടെ അടക്കണമെങ്കിൽ അടക്കിക്കോട്ടെ. പക്ഷെ അത് ചെയ്യുമ്പോൾ പറയുന്നൊരു ധാർമ്മികത അത് കറക്റ്റാണോ അല്ലേ എന്നാണ് ചോദ്യം. മയ്യത്ത് നമസ്കാരം നടത്താതെ ഒരു ബോഡിയും പള്ളിപ്പറമ്പിൽ അടക്കത്തില്ല. പള്ളിപ്പറമ്പിൽ അടക്കണമെന്ന് അവൻ്റെ വീട്ടുകാർ നിർബന്ധിച്ചാലും അവന് താല്പര്യമില്ലെന്ന് പറഞ്ഞിരുന്നെങ്കിൽ അവിടെ അടക്കത്തില്ല. അത് മാത്രമല്ല, അവൻ്റെ ബോഡിക്ക് അടുത്ത് ആരെങ്കിലും അടക്കുന്നുണ്ടെങ്കിൽ അവിടെ പോയിരുന്ന് പ്രാർത്ഥിക്കുക ആളുകൾ ചെയ്യാറുണ്ട്. മരിച്ചു പോയ ബോഡി, ഞാനും എൻ്റെ മുച്ചിമ്മയുടെ കബറിടത്തിൽ പോയി യാസീൻ ഓതാറുണ്ട്. അപ്പോൾ അവ അത് കേൾക്കില്ലേ? അവനത് ചതുർത്ഥിയല്ലേ? ഇവിടെ വേറൊരു വസതിയില്ല, വേറൊരു സൗകര്യമില്ല. ഈ ബോഡി അടക്കാൻ മറ്റൊരു സൗകര്യമില്ല എന്നാണെങ്കിൽ നിങ്ങൾ ചെയ്തത് ശരി. പക്ഷെ ഇവിടെ സൗകര്യങ്ങളുണ്ടല്ലോ. ഇവിടെ എന്തിനാണ് പൊതു ശ്മശാനം? എന്തുകൊണ്ട് അവിടെ അടക്കാൻ പറ്റുന്നില്ല? കാശി കൊണ്ടുപോയി ഒഴുക്കി കളഞ്ഞൂടെ, കത്തിച്ച് കളഞ്ഞിട്ട്? അങ്ങനെയൊക്കെ ചെയ്തൂടെ? എന്തുകൊണ്ട് അത് ചെയ്തില്ല എന്നാണ് ചോദ്യം. അപ്പം നിങ്ങളിപ്പോൾ യൂട്യൂബ് കാണുമെന്ന് പറഞ്ഞാൽ യൂട്യൂബ് ആണോ നിങ്ങൾക്ക് പിന്നെ എക്സ് മുസ്ലിം എന്ന് പറയുന്നത്? ഇത് ദുർനടപടികൾക്കും തോന്നിവാസത്തിനും വേണ്ടി നിങ്ങൾ ശ്രമിക്കുമ്പോൾ വീട്ടുകാർ വിലക്കുന്നതിന്റെ പടി നിങ്ങൾ എക്സ് മുസ്ലിം ആവുകയാണ് ചെയ്യുന്നത്. അതേപോലെ എക്സ് മുസ്ലിമിന്റെ മെയിൻ കൊണാണ്ടർ എന്ന് പറയുന്ന ലിയാഖത്ത് അലി എന്ന് വായ്ത്താളം അടിക്കുന്നതല്ലാതെ അയാൾ എന്ത് ചെയ്തു? ഈ സ്ത്രീയെ ഇനി ആരെന്ത് ചെയ്യുമെന്ന് ആരെങ്കിലും സഹായിക്കും തോന്നുന്നുണ്ട്? എന്തെങ്കിലും ഒരു സപ്പോർട്ട് അവർക്ക് കിട്ടുന്നുണ്ട്? യുക്തിവാദി സംഘടന അങ്ങനെയല്ല, സപ്പോർട്ട് ചെയ്യും. ഈ കലാനാഥ മാഷ് മരിച്ചപ്പോഴത്തേക്ക് എല്ലാവരും കൂടെ വന്നിരുന്നു. ഇവിടുന്ന് എല്ലാവരും പോയി. രാത്രിയാണ് മരിച്ച, പിറ്റേന്ന് രാവിലെ ആളുകൾ അവിടെ അങ്ങ് കൂടി. അനിൽകുമാറിന്റെ അമ്മ മരിച്ചു, ആളുകൾ വന്നു, അവർ ചേർന്ന് ആ ചടങ്ങുകൾ നടത്തി. ചടങ്ങെന്ന് പറഞ്ഞാൽ ഈ മതാചാരമല്ല, അടക്കം ചെയ്യപ്പെടേണ്ടതല്ല, അത് മെഡിക്കൽ കോളേജിന് കൊടുക്കേണ്ടതാണ് എന്ന് പറഞ്ഞു മെഡിക്കൽ കോളേജിന് കൊടുത്തു. അവരെല്ലാവരും കൂടെ ചേർന്നാണ് അത് ചെയ്തത്. ഫാദർ അലോഷ്യസിന്റെ ട്രെയിനിൽ വെച്ചാണ് മരണപ്പെട്ടത്. ട്രെയിനിൽ വെച്ച് മരണപ്പെട്ട ഉടനെ ബോഡി കൊണ്ടുവന്ന് ഇറങ്ങിയ ഉടനെ ബന്ധുക്കൾ കൈയെടുത്ത് ഉടനെ കൊണ്ടുപോയി കുഴിച്ചിടാൻ നോക്കി. പറ്റൂല എന്ന് പറഞ്ഞു, സമ്മതിച്ചില്ല. യുക്തിവാദികൾ സമ്മതിച്ചില്ല. അതാണ് സംഘടനാ ബലം. ഇവർക്ക് സംഘടനയുണ്ട്. എന്തിനാണെന്ന് അറിയാമോ? യൂട്യൂബ് ചാനൽ നടത്താൻ. യൂട്യൂബ് ചാനലിൽ കൂടെ ഇരുന്ന് വായ്ത്താളം നടത്തുകയും മുഹമ്മദ് നബി അവഹേളിക്കുകയും ഇസ്ലാം മതത്തിൽ അപരവൽക്കരണം ഏർപ്പെട്ട് നിൽക്കുന്ന ഒരു വിഭാഗം ജനതയെ വീണ്ടും വീണ്ടും അപരവൽക്കരിക്കാനും കൊന്നുകളയാനുള്ള ആഹ്വാനം കൊടുക്കാനുമാണ് ഇവർ യൂട്യൂബ് ചാനൽ നടത്തുന്നത്. അവഹേളനത്തിന് മാത്രമാണ്. നമുക്കുണ്ടായ എക്സ്പീരിയൻസ് ആണ് നമ്മൾ പറയുന്നത്. ഈ ഷിഹാബ് മേത്തറെ അവിടെ കൊണ്ടുപോയി അടക്കുന്നതിൽ നമുക്ക് ആർക്കും ഒരു ബുദ്ധിമുട്ടുമില്ല. ഇസ്ലാമിൽ ആർക്കും ഒരു ബുദ്ധിമുട്ടുമില്ല. എല്ലാവരും സന്തോഷത്തോടു കൂടി അത് സമ്മതിച്ചു കൊടുത്തു. പക്ഷെ ഒരു പ്രശ്നമുണ്ട്. നിങ്ങൾ ജീവിച്ചിരിക്കുമ്പോൾ ഇസ്ലാമിനെതിരെയും മരിച്ചു കഴിഞ്ഞാൽ മുസ്ലിം ആകുന്ന ഒരു രീതിയും ഒരിക്കലും അനുഭവിച്ചു തരാൻ പറ്റത്തില്ലെന്നാണ് പറഞ്ഞത്. ദയവ് ചെയ്തിട്ട് ഇവന്മാരുടെ വാക്ക് കേട്ടിട്ട് ഇസ്ലാമിനെതിരെ വാളെടുക്കുന്നവർ മനസ്സിലാക്കുക, കള്ളന്മാരാണ്. അവന്മാർക്ക് ജോലി ചെയ്യാൻ വയ്യ, ചുമ്മാതിരുന്ന് തിന്നാൻ വേണ്ടിയിട്ടുള്ള സൊല്യൂഷൻ മാത്രമാണ് എക്സ് മുസ്ലിം എന്നൊരു ബാൻ. അത്രേ ഉള്ളൂ. ഒരു ബാനർ അങ്ങനെ ഉണ്ടാക്കി, ഞാൻ എച്ച് മുസ്ലിമാണ്, എനിക്ക് തുണി എടുക്കാൻ വയ്യ, എനിക്ക് ജോലി എടുക്കാൻ വയ്യ, എനിക്കൊന്നിനും വയ്യ, ഞാൻ എച്ച് മുസ്ലിമാണ്, എനിക്ക് എച്ച് മുസ്ലിമായിട്ട് ജീവിക്കണം, എനിക്ക് ജോലി ചെയ്യാൻ വയ്യ, ഞാൻ ഭയങ്കര മഹാസംഭവമാണ്, ഞാൻ കണ്ട വേദികളൊക്കെ കിട്ടും, അവിടെയൊക്കെ പോയി ഇരുന്നുകൊണ്ട് ഇസ്ലാമിനെ അങ്ങോട്ട് അവഹേളിക്കും, എനിക്ക് അതിനകത്ത് നല്ലൊരു വരുമാനം കിട്ടണം. ആ വരുമാനമാണ് എൻ്റെ ഉദ്ദേശ ലക്ഷ്യം. അതാണ് എച്ച് മുസ്ലിം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്, അല്ല ഒന്നുമില്ല. യൂട്യൂബ് അവനോട് എന്ത് ചോദിച്ചു, അവൻ എന്ത് മറുപടി പറഞ്ഞു? യൂട്യൂബിലാണ് പോയി നോക്കുന്നത്. അതേപോലെ ആ സ്ത്രീയോട് എനിക്ക് ദേഷ്യമില്ല, പക്ഷെ പറയുന്നത് മനസ്സിലാക്കാൻ വേണ്ടി പറയുന്നതാണ്. അവർ സമർത്ഥിക്കാൻ വേണ്ടിയിട്ട് അനിൽ മുഹമ്മദിനോട് പറഞ്ഞ ആ വിഷയങ്ങൾ ഒരു കാരണവശാലും അംഗീകരിക്കാൻ പറ്റത്തില്ല. അവർക്ക് നിയമപരമായിട്ടുള്ള സാധ്യതകൾ അത് ഓക്കെയാണ്. പക്ഷെ നാളിതുവരെ ഷിഹാബ് മേത്തർ പറഞ്ഞ ആ ഒരു കാര്യത്തിൽ നേർവിപരീതമാണ് നിങ്ങൾ ചെയ്തിട്ടുള്ളത്. നിങ്ങൾ അയാളോട് നീതി പാലിച്ചിട്ടില്ല. അത് മാത്രമല്ല, അങ്ങനെ ഒരു കമന്റ് അയാൾക്ക് കിട്ടിയിട്ടുണ്ട്, അവർക്ക് കിട്ടിയിട്ടുണ്ടെങ്കിൽ തന്നെ ആ കമന്റ് ഇടുമ്പോൾ തന്നെ മനസ്സിലാക്കി ഒരാൾ മരിച്ചു നിൽക്കുന്നു, ഞാൻ കമന്റ് ഫേസ്ബുക്കിൽ കമന്റ് ഇടാൻ പോയിരിക്കുകയാണ്. അതാണ് വ്യത്യാസം. എച്ചായാലുള്ള വ്യത്യാസം അതാ. പിന്നെ നമുക്കങ്ങ് അർമാദിക്കലല്ലേ, അത് തന്നെയാണ് അവിടെ നടന്നിട്ടുള്ളത്. ആ അർമാദിപ്പ് തന്നെയാണ് ഞങ്ങൾ ഉദ്ദേശത്തോടു കൂടി പബ്ലിക്കിൽ വന്ന് പറഞ്ഞിട്ടുള്ളത്. ഈ വിഷയത്തിൽ വീണ്ടും വീഡിയോ ചെയ്യേണ്ടി വരുന്ന കമന്റ് ബോക്സ് കണ്ടിട്ടാണ് നീ ചെയ്തിട്ടില്ലേ, നീ പറഞ്ഞിട്ടില്ലേ, നിന്നെ എവിടെ കബറടക്കും എന്നൊക്കെ കുറെ ചോദ്യങ്ങൾ വന്നിട്ടുണ്ടായിരുന്നു. നമുക്കുണ്ടായ തെറ്റ് നിന്നാണ് ഇതിനെതിരെ സംസാരിക്കണമെന്നുള്ള ഒരു തീരുമാനത്തിൽ എന്നെ കൊണ്ടെത്തിച്ചത്. ഞാൻ പറയുന്ന പൊളിറ്റിക്സ് ആണ്, എനിക്ക് ഇതിനകത്ത് താല്പര്യം ഉണ്ടായിട്ടില്ല. എനിക്ക് റിപ്പോർട്ടുകൾ വരും, എനിക്ക് പ്രോബ്ലംസ് ആണ് ഇതിനെപ്പറ്റി പറഞ്ഞു കഴിഞ്ഞാൽ, എൻ്റെ ചാനലിന് പ്രോബ്ലമാണ്, സ്ട്രൈക്ക് വരുന്നുണ്ട്. പക്ഷെ എന്നിട്ട് ഇത് പറയുന്നത് എന്തുകൊണ്ടെന്ന് പറഞ്ഞാൽ എനിക്ക് പോലും തെറ്റിദ്ധാരണ ഉണ്ടാക്കുന്ന രീതിയിലാണ് അപ്പുറത്ത് നിന്ന് ബ്രെയിൻ വാഷ് ചെയ്യുന്നത്. അത് കണ്ട് പറയുക എന്നുള്ളത് എൻ്റെ ഉത്തരവാദിത്തമാണ്. കാരണം എൻ്റെ തലമുറയിൽ ഇപ്പം എൻ്റെ കുഞ്ഞ് ഈ ബ്രെയിൻ വാഷഡ് ആണെങ്കിൽ നാളെ അവൻ എന്നെ ആയിരിക്കും വെട്ടിക്കൊല്ലുക. അതാണല്ലോ എക്സ് മുസ്ലിം ചെയ്യുന്നത്. എക്സ് മുസ്ലിം പിഴച്ചാൽ, അതായത് എക്സ് മുസ്ലിമിന് ഇസ്ലാം മതം എന്ന് പറയുന്നതിന് ശല്യമായി തോന്നിക്കഴിഞ്ഞാൽ അടുത്ത് അവർ ചെയ്യുക അമ്മയെ കൊല്ലുക, അമ്മയെ ചെയ്യുക എന്നുള്ളതാണ്. ഒരുത്തൻ അമ്മയെ പ്രോഗ്രാം ചെയ്യണം എന്ന് പറഞ്ഞുകൊണ്ട് നടക്കുന്നുണ്ടല്ലേ ആരിഫ് പറയുന്നത്. അതാണ് ഇസ്ലാമിൽ അത് അനുവദിക്കപ്പെട്ടാണ്. എത്ര മനുഷ്യർക്ക് അങ്ങനെ ചിന്തിക്കാൻ പോലും സാധിക്കും? അമ്മയുടെ കാൽപാദങ്ങളിൽ സ്വർഗ്ഗമെന്ന് ചിന്തിക്കുന്ന പറയുന്ന ഒരു മതത്തിനെയാണ്, ആ മതത്തിലുള്ള ആൺമക്കളെയാണ് ഇവ എത്ര അവഹേളനം പറയുന്നത്. പൊറുക്കാൻ പറ്റുന്ന ഒരു കാര്യമാണോ? അമ്മയെ ഉപയോഗിക്കുക, അമ്മയെ ചിന്തിക്കൂടോ അങ്ങനെയെങ്കിലും? പക്ഷെ അവൻ അത് പറയുന്നുണ്ട്. അതാണ് പറഞ്ഞത്, ഇസ്ലാം വിട്ടാൽ, ഈമാൻ വിട്ടാൽ, ബർക്കത്ത് വിട്ടാൽ പിന്നെ ഇത് തന്നെയാണ് പരിപാടി. ഈ വൃത്തികേടാണ്.
ഇനി അടുത്ത നമുക്ക് അമ്മയെ അങ്ങോട്ട് ചെയ്താൽ കൊള്ളാമെന്നുള്ളതാണ്. ആരിഫ് ഹുസൈന് വേണ്ടത് അമ്മയൊപ്പൊമുള്ളതാണ്, ഉമ്മായെ കിട്ടണം അവനിക്ക്. അതിന് വേണ്ടിയിട്ടാണ് അവൻ മതം വിട്ടത്. എന്നിട്ട് മതത്തിൽ അതുണ്ട് എന്നാ പറയുന്നത്. ഇതിനെയാണ് നമ്മൾ എതിർക്കുന്നത്, അല്ലാതെ അയാളെ റെസ്പെക്റ്റോടെ പറയാത്തതല്ല. അനിൽ മുഹമ്മദിന്റെ വീഡിയോയുടെ താഴെ പോയി കമന്റ് ഇടുന്നവരടുത്താണ് നിങ്ങൾ ചെയ്യുന്ന അവഹേളനത്തിന്റെ 1% പോലും അവർ തിരിച്ചു ചെയ്തിട്ടില്ല, അവരാരും ഇത് എടുത്തുവെച്ച് പറഞ്ഞിട്ടില്ല. പക്ഷെ അവരത് പറയുന്നത് യുക്തിയാണ്, കറക്റ്റാണ്, അവരത് ചെയ്യണം. കാരണം 100 അടി നിങ്ങൾ അടിക്കുമ്പോൾ 1 അടിയെങ്കിലും അവർ തിരിച്ചു തരണ്ടേ? എനിക്ക് ഭയമില്ല, ഞാൻ പറയും. പക്ഷെ അവരത് ചെയ്യാതിരിക്കുന്നത് അവരുടെ മാന്യതയാണ്. അതാണ് ഇസ്ലാം. അത് എത്ര മാന്യമായിട്ടാണ് അദ്ദേഹം അവതരിപ്പിച്ചത്. പള്ളയെ കുത്തിയാ നൊന്താ എങ്കിൽ പിന്നെ എടുത്തോണ്ട് കൂടെ കുഴി തോണ്ട് എടുത്തുകൊണ്ടുപോയി പബ്ലിക് ഇതിനകത്ത് കൊണ്ടാക്ക്, പൊതു ശ്മശാനത്തിൽ കൊണ്ടാക്ക്. മെഡിക്കൽ കോളേജിൽ കൊടുക്കല്ല. ജീവിച്ചിരുന്നപ്പോഴും അയാൾക്ക് ആരെ കൊണ്ട് പ്രയോജനമില്ല, മരിച്ചാലെങ്കിലും പ്രയോജനപ്പെടണ്ടേ? എത്രയോ മനുഷ്യർ അങ്ങനെ ഉണ്ടായിരുന്നു. എത്രയോ മനുഷ്യർ, ജോസഫ് ഇടമറുകൊക്കെയാണ് ആദ്യമായിട്ട് ഇസ്ലാമിനെതിരെ കാര്യങ്ങൾ പറഞ്ഞത്. അദ്ദേഹത്തിന് ആരെങ്കിലും കൊന്നാ, വെട്ടിയാ? ഇസ്ലാം തീവ്രവാദ മതം, ഇസ്ലാം കൊല്ലും, ഇസ്ലാം പിച്ചും മാന്തും, ഇതൊക്കെയല്ലേ പറച്ചിൽ? മനുഷ്യന്റെ മനസ്സിലേക്ക് വിഷം ഇട്ട് കൊടുത്തുന്ന വിഷജന്തുക്കൾക്കെതിരെയാണ് സംസാരിക്കുന്നത്. അത് ഇനിയും ഉണ്ടാവും, തുടർന്നും ഉണ്ടാവും. നന്ദി.